Hi students, welcome back to Social Science Classroom. Today we are starting new chapter, 10th chapter, our Constitution. നമ്മുടെ ഭരണഘടന എന്ന 10ാമത്തെ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ക്ലാസ് ആരംഭിക്കുന്നത്. ഓക്കെ, ആദ്യം ഈ ചാപ്റ്ററിൻ്റെ പ്രിഫൈസ് ആയിട്ട് ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ബോക്സ് ഒന്ന് വായിച്ച് നോക്കാം. കളർഫുൾ സെലിബ്രേഷൻ മാർക്ക് ദ റിപ്പബ്ലിക് ഡേ. കളർഫുൾ സെലിബ്രേഷൻ മാർക്ക് ദ റിപ്പബ്ലിക് ഡേ അല്ലേ, ഒരു റിപ്പബ്ലിക് ഡേൻ്റെ വർണ്ണാഭമായ ആഘോഷം. നമുക്കതിൻ്റെ താഴ്ന്ന് വായിച്ച് നോക്കാം. ന്യൂ ഡൽഹി. ദ നേഷൻ സെലിബ്രേറ്റഡ് ഇറ്റ്സ് 65th റിപ്പബ്ലിക് ഡേ. രാജ്യം അതിൻ്റെ 65ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. The Prime Minister paid floral tribute at the Amar Jawan Jyoti to the brave soldiers who have sacrificed their lives for nation. രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരരായ പട്ടാളക്കാർക്ക് അവരുടെ സ്മാരകമായ അമർ ജവാൻ ജ്യോതിയിൽ പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തി. The President unfurled the national flag in the presence of chief guest. മുഖ്യാതിഥിയുടെ സാന്നിധ്യത്തിൽ പ്രസിഡന്റ് ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തി. He then gave away awards and received the Guard of Honor from the Armed Forces. അതിനുശേഷം അദ്ദേഹം അവാർഡുകൾ നൽകുകയും സായുധ സേനയിൽ നിന്ന് സല്യൂട്ട് സ്വീകരിക്കുകയും ചെയ്തു. The Republic Day parade along the Rajpath proclaimed the strength and cultural diversity of India. അതിനുശേഷം രാജ്പാത്തിലൂടെ നടന്നിട്ടുള്ള മിലിറ്ററി പരേഡ് ഇന്ത്യയുടെ ശക്തിയും അതുപോലെ തന്നെ ഇന്ത്യയുടെ വൈവിധ്യമായ സംസ്കാരങ്ങളെയും കാണിക്കുന്നതായിരുന്നു. The parade was a rich display of modern military weapons, art forms and float from different states. ഈ പരേഡിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു? പരേഡിൽ ഇന്ത്യയുടെ അത്യാധുനിക ആയുധങ്ങളുടെ പ്രദർശനമുണ്ടായിരുന്നു, കലാരൂപങ്ങളുടെ പ്രദർശനമുണ്ടായിരുന്നു, അതുപോലെ തന്നെ വാഹനങ്ങളിൽ തയ്യാറാക്കിയിട്ടുള്ള നിശ്ചല രൂപങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഒരു വർണ്ണാഭമായ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷനെ കുറിച്ചിട്ടുള്ള ഒരു വാർത്തയാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. ഒരു ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ, ഒരു റിപ്പബ്ലിക് ഡേ. അപ്പോൾ നമ്മളെല്ലാ വർഷവും നമുക്കറിയാം റിപ്പബ്ലിക് ഡേ ജനുവരി 26 ഓഫ് ഡേ ആണ് അല്ലേ. അന്നേ ദിവസം ഇന്ത്യ രാജ്യം മുഴുവനായിട്ട് റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുകയാണ്. അപ്പോൾ ആ റിപ്പബ്ലിക് ഡേ ആഘോഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണെന്ത്? നമ്മുടെ തലസ്ഥാന നഗരിയായ ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ഡേ ആഘോഷങ്ങൾ. അവിടെ നടന്നിട്ടുള്ള ചടങ്ങുകളെ കുറിച്ചിട്ടാണ് ഈ കുറിപ്പിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി You have seen the news report and photographs of Grand Republic Day celebration held in New Delhi. ന്യൂഡൽഹിയിൽ നടന്നിട്ടുള്ള റിപ്പബ്ലിക് ഡേ സെലിബ്രേഷനെ കുറിച്ചിട്ടുള്ള ന്യൂസുകളും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫ്സും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. വെൻ ഡു വി സെലിബ്രേറ്റ് ദ റിപ്പബ്ലിക് ഡേ? എപ്പോഴാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നത്? വാട്ട് ഇസ് റിപ്പബ്ലിക്? എന്താണ് ഈ റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ? ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നത് അല്ലേ. എന്താണ് ഈ റിപ്പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്തിനാണ് ഇങ്ങനെ ആ ഒരു ദിവസം ആഘോഷിക്കുന്നത്? അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നോക്കാം നമുക്ക് എന്താണെന്നുള്ളത്. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒഫീഷ്യലി കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ 26 ജനുവരി 1950. 1950 ജനുവരി 26 ഇന്ത്യയുടെ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നിട്ടുള്ളത്. ഇന്ത്യ ബിക്കം റിപ്പബ്ലിക് ദെൻ ആൻഡ് എവറി ഇയർ വി സെലിബ്രേറ്റ് ജനുവരി 6 ആസ് ദ റിപ്പബ്ലിക് ഡേ. അന്നാണ് ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആയിട്ടുള്ളത്. അതിനുശേഷം എല്ലാ വർഷവും ജനുവരി 26 നമ്മൾ ഏത് ദിവസമായിട്ട് ആചരിക്കുന്നു? റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുന്നു. റിപ്പബ്ലിക് ഈസ് എ സിസ്റ്റം ഇൻ വിച്ച് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ആൻ എലക്റ്റഡ് പേഴ്സൺ. റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താണ്? റിപ്പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റം, ഒരു സംവിധാനമാണ്. അതിനകത്ത് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്, രാജ്യത്തിൻ്റെ തലവൻ, രാഷ്ട്രത്തലവൻ ഒരു ജനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധിയായിരിക്കും. രാഷ്ട്രത്തിൻ്റെ തലവൻ രാജാവോ രാജ്ഞിയോ ഒക്കെ ആണെങ്കിൽ അതെന്തല്ല? റിപ്പബ്ലിക് അല്ല. എന്നാൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധിയാണ് രാഷ്ട്രത്തലവൻ എന്നുണ്ടെങ്കിൽ ആ രാജ്യം എന്താണ്? റിപ്പബ്ലിക്കാണ്. അപ്പോൾ റിപ്പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രത്തലവൻ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാകുന്നു എന്നുള്ളതാണ് റിപ്പബ്ലിക്കിൻ്റെ പ്രത്യേകത.
Then, thus our constitution insists that the president of country shall be an elected person. ഇന്ത്യൻ ഭരണഘടന ഉറപ്പിച്ച് പറയുന്നുണ്ട് എന്ത്, ഇന്ത്യയുടെ തലപ്പത്ത് അഥവാ ഇന്ത്യൻ പ്രസിഡന്റ് ആരായിരിക്കണം, ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ആളായിരിക്കണം അല്ലേ. ഹു ഈസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ? ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ്. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യ ഒരു റിപ്പബ്ലിക്കാണ്, ഇന്ത്യയുടെ പ്രസിഡന്റ് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ആളാവണം എന്ന് പറയുന്ന ഭരണഘടന, ആ ഭരണഘടന ഇന്ത്യ രാജ്യം അംഗീകരിക്കപ്പെട്ട ദിവസമാണ് ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ഓക്കെ, ദെൻ ലെറ്റ് us സ്റ്റഡി അബൌട്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന. വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ? എന്താണ് ഒരു ഭരണഘടന എന്ന് പറഞ്ഞാൽ? Constitution is an authentic document containing the basic ideas, principles and laws of country. രാജ്യത്തിൻ്റെ നിയമങ്ങളും തത്വങ്ങളും ആശയങ്ങളും ഒക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ആധികാരികമായ ഒരു ഗ്രന്ഥമാണ് ഭരണഘടന എന്ന് പറയുന്നത്. The laws governing a country originate from its constitution. രാജ്യം ഭരിക്കപ്പെടുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളുടെ ഉത്ഭവം ഏതാണ്? ഭരണഘടനയിൽ നിന്നാണ്. എവറി കൺട്രി ഈസ് റൂൾഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ. എല്ലാ രാജ്യങ്ങളും അവിടെ ഭരണം നടത്തുന്നത് ആ രാജ്യത്തിൻ്റെ ഭരണഘടനയെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. ഇൻ എ ഡെമോക്രാറ്റിക് കൺട്രി കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഫ്രെയിംഡ് ആൻഡ് മോഡിഫൈഡ് ആസ് പെർ ദ ഇൻട്രസ്റ്റ് ഓഫ് പീപ്പിൾ. ഒരു ജനാധിപത്യ രാജ്യത്തിലെ ഭരണഘടന ഉണ്ടാക്കുന്നത് എന്തിനടിസ്ഥാനത്തിലാണ്? ജനങ്ങളുടെ താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണഘടന രൂപീകരിക്കുന്നത്. ജനാധിപത്യമല്ലാത്ത രാജ്യത്താണെങ്കിലോ, രാജഭരണമൊക്കെ നിലനിൽക്കുന്ന രാജ്യത്താണെങ്കിൽ ആ രാജാക്കന്മാരുടെ അല്ലെങ്കിൽ രാജസദസ്സിൻ്റെ താല്പര്യങ്ങൾ നോക്കിയിട്ടാണ് ഭരണഘടന ഉണ്ടാക്കുക. എന്നാൽ ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളുടെ താല്പര്യങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് ഭരണഘടന തയ്യാറാക്കുന്നത്. We are proud of the fact that the Indian Constitution was formed through a democratic process. നമുക്ക് അഭിമാനിക്കാം, ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയിരിക്കുന്നത് പൂർണ്ണമായും ജനാധിപത്യ രീതിയിലൂടെ തന്നെയാണ്. Our constitution is a reflection of the ideas and concepts that came up in the debates and discussions all over India during the freedom struggle. നമ്മുടെ ഭരണഘടന എന്തിനെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്? Reflect the ideas and concepts that came up in the debates and discussion all over the India during the freedom struggle. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുള്ള ചർച്ചകളുടെയും അതുപോലെ തന്നെ അഭിപ്രായ ശേഖരണത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളതാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് ഇന്ത്യൻ ഭരണഘടനയെ ജനറലായിട്ടൊന്ന് വായിക്കാൻ നമുക്ക് ഈ ബോക്സ് നോക്കിയാൽ മതി. എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഫസ്റ്റ് പേജ്? അതിൻ്റെ പ്രിയാമ്പിളാണ്, ആമുഖം. അതിൻ്റെ ആമുഖമാണ് ആ ഭരണഘടന എന്താണ് എന്നുള്ളതിൻ്റെ രത്ന ചുരുക്കമാണ് അതിൻ്റെ ആമുഖം. ദെൻ അതിനകത്ത് 395 വകുപ്പുകളുണ്ട്, ആർട്ടിക്കിളുകളുണ്ട്, 12 പട്ടികകളുണ്ട്, 22 ഭാഗങ്ങളുണ്ട്, 98 2013 വരെയുള്ള കണക്ക് നോക്കിയാൽ 98 ഭേദഗതികൾ അതിനകത്ത് വരുത്തിയിട്ടുണ്ട്. ഓക്കെ, ദെൻ ഭരണഘടന രൂപീകരിക്കാൻ എത്ര സമയം എടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. 1-2 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ ആളുകൾ തയ്യാറാക്കിയതാണോ ഇത്? അല്ല, ഇതിന് എത്ര സമയം എടുത്തിട്ടുണ്ട്? ഇറ്റ് ടുക്ക് 2 years 11 months and 17 days to frame the Indian Constitution. 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്തിട്ടാണ് അല്ലേ. നമുക്ക് ഏകദേശം റൗണ്ട് ഇത് പറയുകയാണെങ്കിൽ ഏകദേശം 3 വർഷം എടുത്തുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയിട്ടുള്ളത്. ദെൻ ഫ്രെയിമിംഗ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടന എങ്ങനെയാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് നമുക്ക്. The framing of Indian Constitution started with the formation of the Constituent Assembly. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ്. അത് ഭരണഘടന തയ്യാറാക്കാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ടതാണ് എന്ത്? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. The first meeting of the assembly was on 9th December 1946. അസംബ്ലിയുടെ ആദ്യത്തെ യോഗം ചേർന്നത് ഡിസംബർ 9 1946 ഡിസംബർ 9 ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ, അതാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ആ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആദ്യത്തെ യോഗം ചേർന്നത്.
ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ വാസ് ദ ആക്ടിംഗ് ചെയർമാൻ. അതിൻ്റെ ആക്ടിംഗ് ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വാസ് എലക്റ്റഡ് ആസ് ദ ചെയർമാൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. പിന്നീട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ചെയർമാനായിട്ട് ആര് തിരഞ്ഞെടുക്കപ്പെട്ടു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തിരഞ്ഞെടുക്കപ്പെട്ടു. The Constituent Assembly began functioning by forming various committees. ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ അഥവാ ഭരണഘടനാ നിർമ്മാണ സഭയുടെ കീഴിൽ മറ്റു സബ് കമ്മിറ്റികൾ രൂപീകരിക്കപ്പെട്ടു. ഓരോ ഭാഗവും ചർച്ച ചെയ്ത് അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട് സബ് കമ്മിറ്റികൾ തയ്യാറാക്കപ്പെട്ടു. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വാസ് വൺ അമംഗ് ദം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് വാസ് റെസ്പോൺസിബിൾ ഫോർ പ്രിപ്പയറിംഗ് എ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു ഭരണഘടനയുടെ ഒരു പ്രഥമ രൂപം തയ്യാറാക്കുന്ന ഉത്തരവാദിത്തം ആർക്കായിരുന്നു? ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഡോക്ടർ ബി ആർ അംബേദ്കർ വാസ് ദ ചെയർമാൻ ഓഫ് ദ കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു ആര്? ഡോക്ടർ ബി ആർ അംബേദ്കർ. ഹി ഈസ് നോൺ ആസ് ദ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ആളാണ് ആര്? ഡോക്ടർ ബി ആർ അംബേദ്കർ. Then, the committee headed by Dr. Ambedkar prepared a draft of the constitution. അംബേദ്കറാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്ന കമ്മിറ്റിക്ക് നേതൃത്വം വഹിച്ചിരുന്നത്. ഇറ്റ് വാസ് ഡൺ ബേസ്ഡ് ഓൺ ദ റിപ്പോർട്ട് സബ്മിറ്റഡ് ബൈ ഡിഫറെൻറ്റ് കമ്മിറ്റീസ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലുള്ള വ്യത്യസ്ത കമ്മിറ്റികൾ കൊടുത്ത റിപ്പോർട്ടുകൾ വായിച്ചു നോക്കിയിട്ട് അത് വാങ്ങിയിട്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ഡ്രാഫ്റ്റ് ആര് തയ്യാറാക്കിയത്? ഡോക്ടർ അംബേദ്കർ തയ്യാറാക്കിയിട്ടുള്ളത്. ആഫ്റ്റർ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ ആൻഡ് ഡിബേറ്റ്സ് the Constituent Assembly approved the Constitution on 26th November 1949. വിശദമായ ചർച്ചകൾക്കും അഭിപ്രായ ശേഖരങ്ങൾക്കും ഒക്കെ ഒടുവിൽ 1949 നവംബർ 26 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ത് അംഗീകരിച്ചു? ഇന്ത്യയുടെ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് അംഗീകരിച്ചു. ദിസ് ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ. ആ ദിവസമാണ് ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. നവംബർ 26 ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആണ്. നവംബർ 26 ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണ്? ആ ദിവസത്തിൻ്റെ പ്രത്യേകത അന്നേ ദിവസമാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി തയ്യാറാക്കിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അംഗീകരിച്ചത്. However, the Indian Constitution officially came into force on 26th January 1950. അതിനുശേഷം ജനുവരി 1950 ജനുവരി 26 ഇന്ത്യയുടെ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നിട്ടുള്ളത്. ഇന്ത്യ ബിക്കം എ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഫ്രം ദാറ്റ് ഡേ. ഇന്ത്യ ഒരു പരമോന്നത ജനാധിപത്യ രാജ്യമായി മാറിയത് ആ ദിവസം മുതലാണ്. ഓക്കെ, ഇവിടെ ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയിൽ ഒപ്പുവെക്കുന്നതിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ. ദെൻ ദ പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു പോയട്രിക് സ്റ്റൈലിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയിട്ടുള്ളത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ, ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത്. എന്താണ്? ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഭരണഘടന, പ്രിയാമ്പിൾ അല്ലേ, ആമുഖം. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യയുടെ ജനങ്ങളാണ്. ഹാവിങ് സോളംലി റിസോൾവ്ഡ് ദ കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് അതുപോലെ തന്നെ സോവറിൻ റിപ്പബ്ലിക് ആക്കി തീർക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. ആൻഡ് ടു സെക്യൂർ ടു ഓൾ ഇറ്റ്സ് സിറ്റിസൺസ്, ഈ രാജ്യത്തിൻ്റെ എല്ലാ ജനങ്ങളുടെയും സംരക്ഷണം നമ്മുടെ ഉത്തരവാദിത്തമാണ്. ദെൻ ജസ്റ്റിസ്, നീതി ഉണ്ടാവണം. ഏതൊക്കെയാണ്? സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. സാമൂഹിക നീതി ഉണ്ടാവണം, സാമ്പത്തിക നീതി ഉണ്ടാവണം, രാഷ്ട്രീയ നീതി ഉണ്ടാവണം. ലിബർട്ടി, സ്വാതന്ത്ര്യം ഉണ്ടാവണം. ഓഫ് തോട്ട്, ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം. എക്സ്പ്രഷൻ, പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം. ബിലീഫ്, വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം. ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്, എന്താണ്? ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ
കൊണ്ടു നടക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം. ഇക്വാളിറ്റി, സമത്വം ഉണ്ടാവണം. ഓഫ് സ്റ്റാറ്റസിൽ സമത്വം ഉണ്ടാവണം. ഓഫ് ഓപ്പർച്യൂണിറ്റി, അവസരങ്ങളിൽ സമത്വം ഉണ്ടാകണം. ആൻഡ് ടു പ്രൊമോട്ട് എമംഗ് ദം ഓൾ, എല്ലാ ആളുകളിലേക്കും അത് എത്തുകയും വേണം. ഫ്രട്ടേണിറ്റി, സാഹോദര്യം ഉണ്ടാവണം. അസേർട്ടിങ് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ട്രിനിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ. രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്ന രീതിയിൽ ആളുകൾക്കിടയിൽ എന്ത് നിലനിൽക്കണം? സൗഹാർദ്ദം നിലനിൽക്കണം. ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ, ദിസ് 26th day of November 1949 do hereby adopt, enact and give to ourselves the constitution. ആ ദിവസം മുതൽ ഈ ഭരണഘടന നമ്മുടേതാണ്. അത് അനുസരിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമൊക്കെ നമ്മൾ തന്നെയാണ്. ഇതാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ. തയ്യാറാക്കിയതാരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. The preamble reflects the basic ideals and values of our constitution. ഈ പ്രിയാമ്പിൾ, ആമുഖം, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആശയങ്ങൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ജവഹർലാൽ നെഹ്റു, the first Prime Minister of India, prepared the preamble in his poetic style. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവാണ് ഈ പ്രിയാമ്പിൾ ഈ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. It is described as the essence and key of constitution. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനവും അതുപോലെ തന്നെ ഭരണഘടനയിലേക്കുള്ള താക്കോലുമായിട്ടാണ് എന്തിനെ പരിഗണിക്കുന്നത്? ഈ പ്രിയാമ്പിളിനെ പരിഗണിക്കുന്നത്. The preamble clearly state the proclaim and objectives and goals of the constitution. പ്രിയാമ്പിൾ, ആമുഖം കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടന എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് ഇന്ത്യയുടെ ഭരണഘടന വളരെ കൃത്യമായി പറയുന്നുണ്ട്. Look at the diagram showing the basic goals mentioned in the preamble. ഇന്ത്യൻ ഭരണഘടന മെൻഷൻ ചെയ്യുന്ന അതിൻ്റെ പ്രിയാമ്പിളിൽ മെൻഷൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ താഴെ ചാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് സോവറിൻ്റിയാണ്, പരമാധികാരം. എന്താണ്? കംപ്ലീറ്റ് പവർ ടു ടേക്ക് ഡിസിഷൻ ഓൺ എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലും വിദേശ കാര്യങ്ങളിലും തീരുമാനമെടുക്കാനുള്ള അധികാരം പൂർണ്ണമായും നമ്മുടെ രാജ്യത്തിനുണ്ട് എന്നുള്ളതാണ് സോവറിറ്റി. ദെൻ സോഷ്യലിസം. സോഷ്യൽ ജസ്റ്റിസ് ഇസ് എൻഷുർഡ് ബൈ മിനിമൈസിങ് സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഇനീക്വാളിറ്റീസ്. സമൂഹത്തിലെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ അസമത്വങ്ങളെ കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് സോഷ്യലിസം. സെക്കുലറിസം. The citizens of right to profess and propagate the religion of their preference. ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടമുള്ള മതമനുസരിച്ച് ജീവിക്കാനും അത് പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ് സെക്കുലറിസം. അതേസമയത്ത് തന്നെ എന്താണ്? ദ സ്റ്റേറ്റ് ഹാസ് നോ ഒഫീഷ്യൽ റിലിജ്യൻ. രാഷ്ട്രത്തിന് മതമില്ല, ജനങ്ങൾക്ക് മതമാവാം, രാഷ്ട്രത്തിന് മതമില്ല എന്നുള്ളതാണ് സെക്കുലറിസം. ഡെമോക്രസി, ജനാധിപത്യം. The government is run by the representatives elected by people. അവിടെ നമ്മുടെ രാജ്യത്ത് ഗവൺമെൻറ് ഉണ്ടാക്കുന്നത് എങ്ങനെയായിരിക്കണം? ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളെ വെച്ചുകൊണ്ടായിരിക്കണം ഗവൺമെൻറ് ഉണ്ടാക്കേണ്ടത്. റിപ്പബ്ലിക്. ഇന്ത്യ ഒരു റിപ്പബ്ലിക്കാണ്. എന്താണ്? ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ഡിസൈഡഡ് ത്രൂ എലക്ഷൻ. രാജ്യത്തിൻ്റെ തലവനെ ജനാധിപത്യ മാർഗത്തിലൂടെ, തെരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളായിരിക്കണം. ഓക്കെ. ദെൻ You are now familiar with the basic goals of the constitution from the preamble. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് തന്നെ ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന പ്രധാന ആശയങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ കിട്ടിയിട്ടുണ്ടാകും. ഡിസ്കസ് ദം ഇൻ ഡീറ്റെയിൽസ് ഇൻ ദ ക്ലാസ്. ക്ലാസ്സിൽ അതിനെക്കുറിച്ച് നിങ്ങൾ വിശദമായിട്ട് ചർച്ച ചെയ്യുക. ദ ഗോൾസ് ഓഫ് ജസ്റ്റിസ്, നീതി എന്നുള്ളതിൻ്റെ ലക്ഷ്യം. ഫ്രീഡം, സ്വാതന്ത്ര്യം. ഇക്വാലിറ്റി, സമത്വം. ഫ്രറ്റേണിറ്റി, സാഹോദര്യം. ദാറ്റ് ആർ ടു ബി എൻഷ്യൂർഡ് ബൈ ദ സ്റ്റേറ്റ് ഫോർ ദ സിറ്റിസൻസ് ആൻഡ് ആൾസോ ഇൻക്ലൂഡഡ് ഇൻ ദ പ്രിയാമ്പിൾ. അതെല്ലാം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സ്റ്റേറ്റ് ഉറപ്പ് നൽകേണ്ട ഘടകങ്ങളാണ്. അതെല്ലാം തന്നെ പ്രിയാമ്പിളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകൾ, അതിൽ പറഞ്ഞിട്ടുള്ള പ്രധാന കാര്യങ്ങളാണ് ഇതിനകത്ത് ചാർട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. ഒന്നെന്താണ്? പാർലമെൻ്ററി സിസ്റ്റമാണ് ഇന്ത്യയുടെ ജനാധിപത്യ സിസ്റ്റം. ഫണ്ടമെൻ്റൽ റൈറ്റ് ഉണ്ട്, മൗലിക അവകാശങ്ങളുണ്ട്.
ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ട്, മൗലിക കർത്തവ്യങ്ങളുണ്ട്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, നിർദ്ദേശക തത്വങ്ങളുണ്ട്. ദ റൂൾ ഓഫ് ലോ, നിയമവാഴ്ചയാണ് ഇവിടെ നിലനിൽക്കേണ്ടത്. ഫെഡറൽ സിസ്റ്റം നിലനിൽക്കണം. ഇന്ത്യൻ ഭരണഘടന ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്, ഒരു എഴുതപ്പെട്ട ഭരണഘടനയാണ്. ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യൽ സിസ്റ്റം, സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു നീതിന്യായ വ്യവസ്ഥ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട അതിൻ്റെ സവിശേഷതകളാണ്. നമുക്കതിൽ ഓരോന്നായിട്ട് പരിശോധിക്കാം. ഒന്നാമത്തത് പാർലമെൻ്ററി സിസ്റ്റം. എന്താണ് പാർലമെൻ്ററി സിസ്റ്റം എന്ന് നോക്കുക. അല്ലേ, ജനാധിപത്യത്തിൽ തന്നെ പാർലമെൻ്ററി സിസ്റ്റമുണ്ട്, പ്രസിഡൻഷ്യൽ സിസ്റ്റമുണ്ട്, സിംഗിൾ പാർട്ടി സിസ്റ്റമുണ്ട്. അങ്ങനെ പല ടൈപ്പും ഒക്കെ എല്ലാം ജനാധിപത്യമാണ്, ഡെമോക്രറ്റിക് ആണ്. പക്ഷെ അതിൽ തന്നെ പല ടൈപ്പുണ്ട്. അതിൽ ഇന്ത്യ സ്വീകരിച്ചത് എന്താണ്? പാർലമെൻ്ററി സിസ്റ്റമാണ്. നോക്കാം. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എൻവിസേജസ് എ പാർലമെൻ്ററി ഡെമോക്രാറ്റിക് സിസ്റ്റം. ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നത് എന്താണ്? പാർലമെൻ്ററി ജനാധിപത്യ രീതിയാണ്. വാട്ട് ഈസ് പാർലമെൻ്ററി ഡെമോക്രാറ്റിക് സിസ്റ്റം? എന്താണ് ഒരു പാർലമെൻ്ററി ജനാധിപത്യ രീതി എന്ന് പറഞ്ഞാൽ? പീപ്പിൾ എലക്ട് ദ റെപ്രസെൻറ്റേറ്റീവ്സ് ത്രൂ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ടു ഗവേൺ ദ കൺട്രി. ജനങ്ങൾ അവരുടെ വോട്ടവകാശം വിനിയോഗിച്ചുകൊണ്ട് അവരുടെ പ്രതിനിധിയെ തിരഞ്ഞെടുത്തയക്കുകയാണ്. എന്തിനാണ്? ടു ഗവേൺ കൺട്രി. നമ്മുടെ രാജ്യം ഭരിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ അവരുടെ പ്രായപൂർത്തി വോട്ടവകാശം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ പ്രതിനിധിയെ അയക്കുന്നതാണ് സിസ്റ്റം. ദ എലക്റ്റഡ് മെമ്പേഴ്സ് ഫങ്ഷൻ ആസ് എ കൗൺസിൽ ഓഫ് പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ്സ്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ജനങ്ങളുടെ കൗൺസിലായിട്ട് പ്രവർത്തിക്കുന്നു. ദിസ് കൗൺസിൽ ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ഈസ് നോൺ ആസ് പാർലമെൻറ്റ്. ഈ കൗൺസിലാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? പാർലമെൻറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അല്ലേ, ഇന്ത്യൻ പാർലമെൻറ്റ് നിങ്ങൾക്ക് അറിയില്ലേ? ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് നമ്മൾ തിരഞ്ഞെടുത്തയക്കുന്ന പ്രതിനിധികളാണ് അവിടെ ജനങ്ങളുടെ കൗൺസിലായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ദ പാർലമെൻ്ററി സിസ്റ്റം ഈസ് എ ഫോം ഓഫ് ഗവൺമെൻറ് ഫോംഡ് ബൈ ദ എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ്. പാർലമെൻ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ ചേർന്ന് ഗവൺമെൻറ്റിന് രൂപം നൽകുന്ന സിസ്റ്റമാണ് പാർലമെൻ്ററി സിസ്റ്റം. ലോ മേക്കിംഗ് ഈസ് ദ മേജർ ഫങ്ഷൻ ഓഫ് പാർലമെൻറ്റ്. പാർലമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്താണ്? നിയമങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. രാജ്യത്തിൻ്റെ നല്ലതായ മുന്നോട്ട് പോക്കിന് ആവശ്യമായ നിയമങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് പാർലമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ഇൻ ഇന്ത്യ there are elected council of people representatives at the center and state according to the parliamentary system of government. ഇന്ത്യയിലെ സ്റ്റേറ്റ് തലത്തിലും അതേപോലെ തന്നെ കേന്ദ്ര തലത്തിലും ഇതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ കൗൺസിലുകൾ നിലനിൽക്കുന്നുണ്ട്. There is a parliament at the center and state legislative assemblies in the state. എന്താണ്? കേന്ദ്രത്തിൽ പാർലമെന്റ് ഉണ്ട്, സംസ്ഥാന തലത്തിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്. അല്ലേ, കേരളത്തിൻ്റെ നിയമസഭാ മന്ദിരം അതാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അല്ലേ, അതേപോലെ ഓരോ സംസ്ഥാനത്തിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലികളുണ്ട്. കേന്ദ്രത്തിൽ പാർലമെൻറ്റുമുണ്ട്. ദ പ്രൈം മിനിസ്റ്റർ ആൻഡ് അതർ മിനിസ്റ്റേഴ്സ് ക്യാൻ കണ്ടിന്യൂ ഇൻ പവർ ടിൽ ദേ എൻജോയ് ദ മെജോറിറ്റി ഇൻ ദ പാർലമെൻറ്റ്. പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയ്ക്കും എത്ര കാലം വരെ അധികാരം നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റും? എത്ര കാലം അവർക്ക് പാർലമെൻറ്റിൽ മെജോറിറ്റി ഉണ്ടോ അത്രയും കാലം അയാൾക്ക് അധികാരം നിലനിർത്തിക്കൊണ്ടു പോകാൻ സാധിക്കും. Similarly, the chief minister and other ministers can continue in power till they enjoy majority in the state legislative assembly. സംസ്ഥാന നിയമസഭയിലെ എത്രത്തോളം കാലം മെജോറിറ്റി നിലനിർത്താൻ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കഴിയുന്നുണ്ടോ അത്രയും കാലം ആ മുഖ്യമന്ത്രിക്കും അയാളുടെ മന്ത്രിമാർക്കും അധികാരത്തിൽ നിലനിൽക്കാൻ സാധിക്കും. The parliamentary system ensures the people's authority and control over the rulers through the elected representatives. പാർലമെൻ്ററി ജനാധിപത്യ രീതിയിൽ ഭരണകർത്താക്കളെ ജനങ്ങൾ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സിസ്റ്റം. എങ്ങനെയാണ്? അവർ തിരഞ്ഞെടുക്കപ്പെട്ടയച്ച പ്രതിനിധികളിലൂടെയാണ് ജനങ്ങളെ ഈ ഭരണകർത്താക്കളെ നിയന്ത്രിക്കുന്നത്. On the contrary, the presidential system, the people directly elect the president of state. എന്നാൽ പ്രസിഡൻഷ്യൽ ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് അമേരിക്കയ്ക്ക് പ്രസിഡൻഷ്യൽ ജനാധിപത്യമാണ്. അവിടെ പ്രസിഡന്റിനെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുകയാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ അമേരിക്കയിലൊക്കെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്? അല്ലേ, ഇപ്പോൾ ബൈഡൻ തിരഞ്ഞെടുക്കപ്പെട്ടത് എങ്ങനെയാണ്? നേരിട്ട് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നിട്ടാണ് ബൈഡൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. ബൈഡൻ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നതാണ്.
യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക ആൻഡ് ഫ്രാൻസ് ആർ ദ എക്സാമ്പിൾസ് അല്ലേ. USA, അമേരിക്ക, ഫ്രാൻസ് ഒക്കെ അത്തരം പ്രസിഡൻഷ്യൽ ഡെമോക്രസി നിലനിൽക്കുന്ന രാജ്യങ്ങൾക്ക് ഉദാഹരണമാണ്. ഹൗ ഇസ് പാർലമെൻ്ററി സിസ്റ്റം ഡിഫറെൻറ്റ് ഫ്രം പ്രസിഡൻഷ്യൽ സിസ്റ്റം? എങ്ങനെയാണ് പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനം പ്രസിഡൻഷ്യൽ ജനാധിപത്യ സംവിധാനത്തിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്? എന്താണ് വ്യത്യസ്തം? പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ ചേർന്നിട്ടാണ് പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൽ ജനങ്ങൾ നേരിട്ടാണ് രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. അതാണ് വ്യത്യാസം. ഓക്കെ, ദ നെക്സ്റ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങൾ ഏറ്റവും അടിസ്ഥാനപരമായ അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് The fundamental rights are guaranteed by the Indian Constitution for the success of democracy and the comprehensive development of citizens. മൗലിക അവകാശങ്ങൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? മൗലിക അവകാശങ്ങൾ ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ വിജയത്തിനും ഇന്ത്യയിലെ ജനങ്ങളുടെ വികസനത്തിനും വേണ്ടി ഭരണഘടന ഉറപ്പ് നൽകുന്ന അടിസ്ഥാനപരമായ അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. The government have a responsibility to ensure this right of their citizens. ഗവൺമെൻറ്റിനെ രാജ്യത്തെ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ട ഉത്തരവാദിത്തമുണ്ട്. If the fundamental rights are violated, the citizens has right to approach either High Court or Supreme Court. മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാം? ഹൈക്കോടതിയെ അല്ലെങ്കിൽ സുപ്രീം കോടതിയെയൊക്കെ സമീപിക്കാവുന്നതാണ്. The Constitution entrusts the court to issue certain writs to protect the rights of the citizens in such circumstances. അങ്ങനെ ഏതെങ്കിലും വ്യക്തികൾ അവരുടെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന് കോടതിയിൽ വാദിക്കുകയാണെങ്കിൽ അവരുടെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി റിട്ടുകൾ പുറപ്പെടുവിക്കാൻ വരെ കോടതികൾക്ക് എന്തുണ്ട്? അധികാരങ്ങളുണ്ട്. റിട്ടുകൾ എന്ന് പറഞ്ഞാൽ ഓർഡറുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം കോടതികൾക്കുണ്ട്. ഏതൊക്കെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നോക്കുക. മൗലിക അവകാശങ്ങൾ ഏതാണ്? റൈറ്റ് ടു ഇക്വാളിറ്റി, സമത്വത്തിനുള്ള അവകാശമുണ്ട് അല്ലേ. സമത്വത്തിനുള്ള അവകാശം നമ്മുടെ മൗലിക അവകാശമാണ്. നമ്മളോട് മാത്രമായിട്ട് അവഗണന കാണിക്കുകയാണെങ്കിൽ അത് നമ്മുടെ മൗലിക അവകാശത്തെയാണ് നിഷേധിക്കപ്പെടുന്നത്. അപ്പോൾ റൈറ്റ് ടു ഇക്വാളിറ്റി. റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവകാശമുണ്ട്. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതവിശ്വാസത്തിനുള്ള അവകാശമുണ്ട്. കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, വിദ്യാഭ്യാസ സാംസ്കാരിക അവകാശങ്ങളുണ്ട്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, നമുക്ക് ഭരണഘടനാപരമായി പരിഹാരം ലഭിക്കുന്നതിനുള്ള അവകാശമുണ്ട്. നോക്കാം. ഹാവ് യു സീൻ ദിസ് പിക്ചർ ഇൻ സ്കൂൾ? സ്കൂളുകളിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ചിത്രം കണ്ടിട്ടുണ്ടോ? വിദ്യാഭ്യാസ അവകാശം, സർവശിക്ഷാ അഭിയാൻ, സർവരും പഠിക്കുക സർവരും വളരുക അല്ലേ. ഇങ്ങനെ ഒരു ചിത്രം സ്കൂളിൽ കണ്ടിട്ടുണ്ടോ? SSAൻ്റെ ഒരു ചിത്രമാണിത്. SSA എന്ന് പറഞ്ഞാൽ സർവശിക്ഷാ അഭിയാൻ്റെ ഒരു ചിത്രമാണിത്. ഓക്കെ, എന്താണ് ഇത് കാണിക്കുന്നത്? വാട്ട് ഡസ് ദിസ് പിക്ചർ ഇൻഡിക്കേറ്റ്? ഈ ചിത്രം എന്തിനെയാണ് കാണിക്കുന്നത്? ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ ബിറ്റ്വീൻ 6 and 14 years of age ഈസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ നിർബന്ധിത വിദ്യാഭ്യാസം അവരുടെ അവകാശമാണ്. ഓക്കെ, ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ആർട്ടിക്കിൾ 21A. ആർട്ടിക്കിൾ 21A എന്ന് പറയുന്ന വകുപ്പിലാണ് ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ കൺട്രി ടു എൻഷുർ ഇക്വാലിറ്റി, എൻഷുർ ക്വാളിറ്റി പ്രൈമറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ. എന്താണ് അതിൻ്റെ ലക്ഷ്യം? രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ത്? കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം, അതും നിലവാരമുള്ള പ്രാഥമിക വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഗിവൺ എബവ് ഈസ് ദ ലോഗോ ഓഫ് സർവശിക്ഷ അഭിയാൻ. സർവശിക്ഷ അഭിയാൻ്റെ SSAയുടെ ലോഗോ ആണ് മുകളിൽ ചിത്രമായിട്ട് കൊടുത്തിരിക്കുന്നത്. which is one of the government project to ensure this responsibility.
ഈ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് തയ്യാറാക്കിയൊരു പദ്ധതിയാണ് SSA എന്ന് പറയുന്നത്. എല്ലാവർക്കും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ ഗവൺമെൻറ് തയ്യാറാക്കിയിട്ടുള്ളൊരു പദ്ധതിയാണ് SSA. Then conduct a seminar on the fundamental rights with the help of reading materials. വിവിധ മെറ്റീരിയൽസ് വായിച്ചുകൊണ്ട് എന്ത് തയ്യാറാക്കണം? മൗലിക അവകാശങ്ങൾ എന്ന വിഷയത്തിൽ ഒരു സെമിനാർ റിപ്പോർട്ട് തയ്യാറാക്കണം. ഓക്കെ. ദെൻ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. എന്തൊക്കെയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്? മൗലിക കർത്തവ്യങ്ങൾ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ നോട്ട് ഓൺലി ഗ്യാരണ്ടീസ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ബട്ട് ആൾസോ സ്റ്റേറ്റ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഓഫ് എവർ സിറ്റിസൺസ്. നമുക്ക് അവകാശങ്ങൾ മാത്രമല്ല ഉള്ളത്, നമുക്ക് എന്തുകൂടെ ഉണ്ട്? ഉത്തരവാദിത്തങ്ങളുമുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും എന്ത് പറയുന്നുണ്ട്? ഭരണഘടന പറയുന്നുണ്ട്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് ഈച്ച് ആൻഡ് എവറി സിറ്റിസൺസ് ടുവാർഡ്സ് ദ നേഷൻ ദാറ്റ് ആർ ടു ബി പെർഫോംഡ് കമ്പൽസറി. രാജ്യത്തെ ഓരോ ജനങ്ങളും നിർബന്ധമായും അനുസരിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നിർവഹിക്കേണ്ടതായിട്ടുള്ള കർത്തവ്യങ്ങളെയാണ് എന്ത് പറയുന്നത്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത്. The fundamental duties insist that the citizen should respect the constitution and government institution, protect environment, preserve the great Indian culture heritage. എന്തൊക്കെയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൻ്റെ ഭാഗമായിട്ട് വരുന്നത്? റെസ്പെക്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയെ ബഹുമാനിക്കണം. അത് ഉത്തരവാദിത്തമാണ്. കാരണം നമുക്ക് അവകാശങ്ങൾ നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. അതുകൊണ്ട് ആ ഭരണഘടനയെ നമ്മൾ ബഹുമാനിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആൻഡ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഗവൺമെൻറ് സ്ഥാപനങ്ങളെ നമ്മൾ ബഹുമാനിക്കണം. ഗവൺമെൻറ് സ്ഥാപനങ്ങളെ നമ്മൾ ബഹുമാനിക്കണം. കാരണം ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്ക് സേവനങ്ങൾ ലഭിക്കുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. അപ്പോൾ ആ സ്ഥാപനത്തെ അനുസരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, അല്ലേ? ഇപ്പോൾ ഒരു ഗവൺമെൻറ് സ്കൂള്, ആ ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് നമുക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നു. ആ വിദ്യാഭ്യാസം നമ്മുടെ അവകാശമാണ്. അതോടൊപ്പം തന്നെ ആ സ്കൂളിനെ അനുസരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ പ്രൊട്ടക്റ്റ് എൻവയോൺമെൻറ്റ്, പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ളത് ഉത്തരവാദിത്തമാണ്. ആൻഡ് പ്രിസർവ് ദ ഗ്രേറ്റ് ഇന്ത്യൻ കൾച്ചറൽ ഹെറിറ്റേജ്, ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യത്തെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇതൊക്കെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ്. The society will progress smoothly only when every citizen perform his duties while enjoying its rights. ഇന്ത്യയിലെ ഓരോ ജനങ്ങളും അവരുടെ അവകാശങ്ങൾ ആസ്വദിക്കുന്നതോടൊപ്പം അല്ലെങ്കിൽ അവകാശങ്ങൾ അവർക്ക് ലഭിക്കുന്നതോടൊപ്പം അവരുടെ ഉത്തരവാദിത്തങ്ങൾ കൂടി നിർവഹിക്കുമ്പോഴാണ് എന്ത് ഭംഗിയാകുന്നത്? രാജ്യത്തിന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. The right and duties are like the two sides of a coin. ഉത്തരവാദിത്തങ്ങളും അവകാശങ്ങളും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. ദ റൈറ്റ് കനോട്ട് എക്സിസ്റ്റ് വിത്തൗട്ട് ദ ഡ്യൂട്ടീസ്. ഉത്തരവാദിത്തങ്ങളില്ലാതെ ഒരിക്കലും അവകാശങ്ങൾ നിലനിൽക്കുകയില്ല. ദ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്, അല്ലേ? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അനലൈസ് ദം ആൻഡ് പ്രിപ്പയർ എ നോട്ട്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് നമ്മളൊരു നോട്ട് തയ്യാറാക്കാനാണ് പറയുന്നത്. എന്തൊക്കെയാണ് ഉത്തരവാദിത്തങ്ങൾ എന്നുള്ളത് വെച്ചിട്ട് നമ്മൾ ഇത് തയ്യാറാക്കണം. എന്താണ്? ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. റെഡി അല്ലേ? നമ്മുടെ ടെക്സ്റ്റിൻ്റെ ഏറ്റവും ലാസ്റ്റ് പേജിൽ, നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ ഏറ്റവും ലാസ്റ്റ് പേജിൽ ആർട്ടിക്കിൾ 51A എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. എന്ത്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. അപ്പോൾ ടെക്സ്റ്റിൻ്റെ ഏറ്റവും ലാസ്റ്റ് പേജ് നിങ്ങൾ മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കാണാൻ സാധിക്കും. ആ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വായിച്ചുകൊണ്ട് നിങ്ങളതിനെക്കുറിച്ചൊരു നോട്ട് തയ്യാറാക്കുക. ദെൻ നെക്സ്റ്റ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. നിർദ്ദേശക തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. ഈ നിർദ്ദേശക തത്വങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണ്. അത് അവകാശങ്ങളല്ല, നിർദ്ദേശങ്ങളാണ്. അത് ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റ് ശ്രമിക്കണം എന്നുള്ളതാണ്. ഓക്കെ, നോക്കാം, കുറച്ച് റിപ്പോർട്ട്സുകൾ വായിച്ച് നോക്കാം. ഈക്വൽ പേ ഫോർ മെൻ ആൻഡ് വുമൻ അണ്ടർ ദ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ രീതിയിലുള്ള വേതനം ഉറപ്പുവരുത്തുന്നു. ദെൻ സെപ്പറേറ്റ് നാഷണൽ പാർക്ക് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് താസ്. മരുഭൂമിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രത്യേക ദേശീയ ഉദ്യാനം ഉണ്ടാക്കുന്നു. ഫ്രീ മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ ദ സോഷ്യലി ആൻഡ് ഇക്കണോമിക്കലി ബാക്ക്വേർഡ് പീപ്പിൾ.
സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി എന്തുണ്ടാക്കുന്നുണ്ട്? സൗജന്യ മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടാക്കുന്നുണ്ട്. ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്ക് ദ പ്രിസർവേഷൻ ഓഫ് ആൻഷ്യൻ ഫോർട്ട്. ആർക്കിയോളജി വകുപ്പ്, പുരാവസ്തു വകുപ്പ് എന്ത് ചെയ്യാണ്? ഫോർട്ടുകളെ, കോട്ടകളെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നു അല്ലേ? ദെൻ ലെറ്റ് us ഫൈൻഡ് ഔട്ട് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് റിഫ്ലക്റ്റഡ് ഇൻ ദസ് ന്യൂസ് ഹെഡ്ലൈൻസ്. ഈ ന്യൂസ് ഹെഡ്ലൈൻസിൽ കാണിക്കുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഓരോന്ന് നോക്കിയാൽ അറിയാം അല്ലേ? എന്താണ്? തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകാൻ പരിശ്രമിക്കണം. അതുപോലെ തന്നെ പരിസ്ഥിതിയെ സംരക്ഷിക്കണം. താഴ്ന്ന വിഭാഗക്കാരുടെ ഉന്നമനം ഉറപ്പുവരുത്തണം. പുരാവസ്തുക്കൾ സംരക്ഷിക്കപ്പെടണം. അതൊക്കെ നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമാണ്. അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് അതിൽ തന്നിട്ടുള്ളത് അല്ലേ? ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കാം നമുക്ക്. ഈക്വൽ വേജ് ഫോർ ഈക്വൽ വർക്ക് ഫോർ ഓൾ റെസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ. എന്താണ്? എല്ലാവർക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നുള്ളത് എല്ലാവർക്കും ബാധകമാക്കണം. പ്രൊട്ടക്ഷൻ ഓഫ് ദ എൻവയോൺമെൻറ്റ് ബൈ കൺസർവിങ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. പരിസ്ഥിതി സംരക്ഷിക്കപ്പെടണം. വനവും അതുപോലെ തന്നെ വന്യജീവികളെയും ഒക്കെ സംരക്ഷിക്കപ്പെടണം. കൺസർവേഷൻ ഓഫ് ഓൾ മോണമെൻറ്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് അല്ലേ? ചരിത്ര പ്രാധാന്യമുള്ള സ്മാരകങ്ങളെല്ലാം തന്നെ സംരക്ഷിക്കപ്പെടണം. വെൽഫെയർ ഓഫ് സിറ്റിസൺസ് ബൈ ബിൽഡിംഗ് അപ്പ് സിസ്റ്റം ബേസ്ഡ് ഓൺ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ പൊളിറ്റിക്കൽ ജസ്റ്റിസ്. സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതിയിലൂന്നിക്കൊണ്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കണം. ഇതൊക്കെ നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമാണ്. ഇനി സാധാരണ നിയമങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം നമുക്ക്. എന്താണ്? സം പ്രിൻസിപ്പിൾസ് ആർ ലേഡ് ഡൗൺ ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് ഡയറക്ഷൻ ഫോർ ദ പോളിസി മേക്കേഴ്സ് ആൻഡ് റൂളേഴ്സ് ടു എൻഷ്യൂർ സോഷ്യൽ ജസ്റ്റിസ്. സാമൂഹിക നീതി ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായി ഗവൺമെൻറ്റിന് മുമ്പിൽ വെക്കുന്ന ചില നിർദ്ദേശങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദ ആർ നോൺ ആസ് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അവയാണ് നിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സം ഓഫ് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇൻക്ലൂഡഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് മെൻഷൻഡ് അബവ്. ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ഉൾപ്പെട്ടിട്ടുള്ള ചില ഘടകങ്ങൾ മാത്രമാണ് മുകളിൽ നൽകിയിട്ടുള്ളത്. നോക്കാം. The directive principles should be followed for the welfare of the people and the development of the state. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഫോളോ ചെയ്യുന്നത്? രാജ്യത്തിൻ്റെ വികസനത്തിനും ജനക്ഷേമത്തിനും വേണ്ടി ഗവൺമെൻറ് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് എന്ത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. While framing laws and policies, government are trying to implement them. ഗവൺമെൻറ് അതിൻ്റെ നയങ്ങൾ രൂപീകരിക്കുമ്പോൾ ഈ നിർദ്ദേശങ്ങളൊക്കെ പരിഗണിക്കുകയും ചെയ്യാൻ കഴിയുന്നത്രേ അതെല്ലാം തന്നെ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. യു ഹാവ് സീൻ ദാറ്റ് എ പേഴ്സൺ ക്യാൻ അപ്രോച്ച് ദ ജുഡീഷ്യറി ഇഫ് ഹിസ് ഓർ ഹെർ ഫണ്ടമെൻ്റൽ റൈറ്റ് ആർ വയലേറ്റഡ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഒരാളുടെ മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അയാൾക്ക് കോടതിയെ സമീപിക്കാം എന്നുള്ളത് അല്ലേ? ബട്ട് വൺ കനോട്ട് അപ്രോച്ച് ദ കോർട്ട് ടു എൻഫോഴ്സ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ പാലിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കോടതിയെ സമീപിക്കാൻ പറ്റില്ല. അതാണ് പോയിന്റ്. നിർദ്ദേശക തത്വങ്ങളും ഫണ്ടമെൻ്റൽ റൈറ്റ്സും മൗലിക അവകാശങ്ങളും തമ്മിലുള്ള വ്യത്യാസം അതാണ്. മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കോടതിയെ സമീപിക്കാം, കാരണം അത് നമ്മുടെ അവകാശമാണ്. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് വിചാരിച്ച് നമുക്ക് കോടതിയെ സമീപിക്കാൻ കഴിയില്ല. അത് നിർദ്ദേശക തത്വങ്ങളാണ്, നിർദ്ദേശങ്ങളാണ്. സർക്കാരിന് കഴിയുമെങ്കിൽ അത് നടപ്പിലാക്കാൻ ശ്രമിക്കാവുന്നതാണ്. ദേ ആർ പുട്ട് ഇൻ ടു പ്രാക്ടീസ് ത്രൂ ദ വിൽ പവർ ഓഫ് ദ ഗവൺമെൻറ് ആൻഡ് പീപ്പിൾ. ജനങ്ങളുടെ അതുപോലെ ഗവൺമെൻറ്റിൻ്റെയൊക്കെ വിൽ പവറിനനുസരിച്ചാണ് അത്തരം പ്രിൻസിപ്പിൾസൊക്കെ നടപ്പിലാക്കുന്നത്. ഓക്കെ, ദെൻ ചോദ്യമുണ്ട്, ഹൗ ഫാർ ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് യൂസ്ഫുൾ ഇൻ എൻഷുറിങ് ദ വെൽഫെയർ ഓഫ് ഇന്ത്യൻസ്. ഇന്ത്യൻ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ ധർമ്മം എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ദ റൂൾ ഓഫ് ലോ. ആ ചോദ്യത്തിന് ഉത്തരം എഴുതിക്കൂടെ? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇന്ത്യയിൽ എല്ലായിടത്തും സമത്വം ഉണ്ടാവണം എന്നതിനകത്ത് നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ എല്ലാ പോളിസി മേക്കിങ്ങും എന്തായിരിക്കണം? സമത്വത്തിൽ അടിസ്ഥാനപ്പെടുത്തിയതായിരിക്കണം, നീതിയിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ളതൊക്കെ ആയിരിക്കണം. അപ്പോൾ അതൊക്കെ തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്. ദെൻ റൂൾ ഓഫ് ലോ.
നിയമവാഴ്ച എന്താണ്? ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ. നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്. വാട്ട് ഡസ് ദിസ് മീൻസ്? അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഇറ്റ് മീൻസ് ദാറ്റ് ഇൻ എ ഡെമോക്രസി നോബഡി ഈസ് എബവ് ദ ലോ ആൻഡ് ദാറ്റ് ഓൾ ആർ സബ്ജക്റ്റ് ടു ലോ. എന്താണ്? നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്നതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? ഒരാളും നിയമത്തിന് മുകളിലല്ല, എല്ലാവരും നിയമത്തിന് വിധേയരാണ് എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. The rule of law was developed in its civilized and modern form based on the British Constitution. എന്താണ്? ബ്രിട്ടീഷ് ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു റൂൾ ഓഫ് ലോ എന്ന ആശയം വികസിപ്പിച്ചിട്ടുള്ളത്. ഓൾ മോഡേൺ ഡെമോക്രസീസ് ആർ ബേസ്ഡ് ഓൺ ദിസ് കൺസെപ്റ്റ്. ആധുനിക ജനാധിപത്യ സംവിധാനങ്ങളെല്ലാം തന്നെ ഈ നിയമവാഴ്ചയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നിലനിൽക്കുന്നത്. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഫുള്ളി ഇംബൈബ്സ് ദിസ് കൺസെപ്റ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ഇറ്റ്. നമ്മുടെ ഭരണഘടന പൂർണ്ണമായും ഈ നിയമവാഴ്ച ഉൾക്കൊള്ളുകയും അത് നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നുണ്ട്. ദ നെക്സ്റ്റ്, ഫെഡറൽ സിസ്റ്റം. എന്താണ് ഫെഡറൽ സംവിധാനം? നോക്കാം. നമുക്ക് ഒരു ന്യൂസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഫുഡ് സെക്യൂരിറ്റി ബിൽ പാസ്ഡ്. ഭക്ഷ്യസുരക്ഷാ നിയമം പാസ്സാക്കിയിരിക്കുന്നു. ന്യൂഡൽഹിയിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പാർലമെൻറ്റ് ഹാസ് പാസ്ഡ് ദ ഫുഡ് സെക്യൂരിറ്റി ബിൽ. പാർലമെൻറ്റ് ഭക്ഷ്യസുരക്ഷാ നിയമം പാസ്സാക്കി. എ ഗൈഡ് ലൈൻ ഹാസ് ബീൻ പ്രിപ്പയർഡ് ടു എൻഷുർ ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ഗവൺമെൻറ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും പ്രാദേശിക ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ സഹകരണത്തോട് കൂടിയിട്ടാണ് ഗവൺമെൻറ് ഇത് ഉറപ്പുവരുത്താൻ ഉദ്ദേശിക്കുന്നത്. അതിന് അനുസൃതമായ രീതിയിലാണ് അതിൻ്റെ ചട്ടങ്ങൾ രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ ആ നിയമം ആരുടെയൊക്കെ സഹായത്തോട് കൂടിയിട്ടാണ്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ലോക്കൽ ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ സഹകരണത്തോട് കൂടിയിട്ടാണ് നടപ്പിലാക്കുന്നത് എന്നാണ് അതിനകത്തുള്ള ഒരു ആശയം അല്ലേ? ഇനി നമുക്ക് നോക്കാം. ദ ഫുഡ് സെക്യൂരിറ്റി ബിൽ വാസ് പാസ്ഡ് ബൈ ദ പാർലമെൻറ്റ് ആൻഡ് ഇറ്റ് ബിക്കം ആക്ട് ഇൻ 2013. 2013 മുതൽ ഈ ഭക്ഷ്യസുരക്ഷാ നിയമം ഒരു ഒരു നിയമമായിട്ട് മാറിയിട്ടുണ്ട്. Its aim is to ensure the availability of food for all sections of people in India. ഇന്ത്യയിലെ സർവ്വ ജനങ്ങൾക്കും, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ദിസ് ആക്ട് ഇസ് ഇംപ്ലിമെൻറ്റഡ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് സ്റ്റേറ്റ്. എന്നാൽ ഈ നിയമം നടപ്പിലാക്കുന്നത് ഈ സ്റ്റേറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ നിയമത്തിൻ്റെ ചട്ടം രൂപീകരിച്ചിരിക്കുന്നത്. ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ആർ ട്രൈങ് ടു ഇംപ്ലിമെൻറ്റ് ഇറ്റ്. സംസ്ഥാന ഗവൺമെൻറ്റുകളാണ് ഇത് നടപ്പിലാക്കാൻ ശ്രമിക്കേണ്ടത്. ദസ് ദ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ഇൻ ഇന്ത്യ ഷെയർ പവർ വിത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ഗവൺമെൻറ്. അഥവാ ഇന്ത്യയിലെ ഗവൺമെൻറ്റുകളുടെ അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ലോക്കൽ ഗവൺമെൻറ്റുകൾക്കുമൊക്കെ ആയിട്ട് വീതം വെച്ചിട്ടുണ്ട്, ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ അധികാരങ്ങളും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലോ അല്ല. കേന്ദ്ര ഗവൺമെൻറ്റിന് കുറേ കാര്യങ്ങളിൽ അധികാരമുണ്ട്, അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കുറേ കാര്യങ്ങളിൽ അധികാരമുണ്ട്, അതുപോലെ ലോക്കൽ ഗവൺമെൻറ്റിനും കുറേ കാര്യങ്ങളിൽ അധികാരമുണ്ട്. ദിസ് ഈസ് നോൺ ആസ് ദ ഫെഡറൽ സിസ്റ്റം. ഈ സിസ്റ്റത്തെയാണ് നമ്മൾ ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ്, ആ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ, ആ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ലോക്കൽ ഗവൺമെൻറ്റുകൾ. ഈ സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൽ സ്വതന്ത്രമായ തീരുമാനമെടുക്കാൻ കഴിയുന്ന ചില ഘടകങ്ങളുമുണ്ട്, കഴിയാത്തതുമുണ്ട്. ചില ഘടകങ്ങൾ കേന്ദ്രത്തിൽ മാത്രമേ അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുള്ളൂ. എന്നാൽ ചില കാര്യങ്ങളിലൊക്കെ എന്തുണ്ട്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് തീരുമാനമെടുക്കാനുള്ള സ്വതന്ത്രമായ അവകാശങ്ങളുണ്ട്. ഓക്കെ. Then, contrary to the federal system, if all the power is vested in the central government, is known as the unitary system. സംസ്ഥാന ഗവൺമെൻറ് സർക്കാരുകൾക്കോ അതല്ലെങ്കിൽ ലോക്കൽ ഗവൺമെൻറ്റുകൾക്കോ യാതൊരു അധികാരവും നൽകാതെ എല്ലാ തീരുമാനമെടുക്കാനുള്ള അധികാരവും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമാണെങ്കിൽ ആ സിസ്റ്റത്തെ പറയുന്നത് എന്താണ്? യൂണിറ്ററി സിസ്റ്റം എന്നാണ് പറയുക. ഓക്കെ. അപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ യൂണിറ്ററി ആൻഡ് ഫെഡറൽ സിസ്റ്റം? ഇൻ ദ യൂണിറ്ററി സിസ്റ്റം the decision making power is vested with the union government, but in federal system
Some powers are shared with the centrals to state and local government. Okay. Then India is a vast nation full of diversity. ഇന്ത്യ വിശാലമായ ഒരു രാജ്യമാണ്. എല്ലാ ഭാഗങ്ങളിലും വൈവിധ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ദ ഫെഡറൽ സിസ്റ്റം ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ യൂണിറ്റി ഓഫ് ഇന്ത്യ അമിസ്റ്റ് സച്ച് എ റീജിയണൽ ഡൈവേഴ്സിറ്റി. ഇന്ത്യയുടെ പ്രാദേശിക വൈവിധ്യങ്ങൾ നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നതാണ് ഏത്? ഫെഡറൽ സംവിധാനം. ഓക്കെ. ദ നെക്സ്റ്റ്, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, എഴുതപ്പെട്ട ഭരണഘടന, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, നോക്കുക. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് റിട്ടൺ ഇൻ ദ ഫോം ഓഫ് എ ടെക്സ്റ്റ്. നമ്മുടെ ഭരണഘടന ഒരു എഴുതപ്പെട്ട ഭരണഘടനയാണ്. ഇറ്റ് ഈസ് ദ വേൾഡ്സ് ലോങ്സ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടി ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന. ദർ ആർ റിട്ടൺ ആൻഡ് അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. ലോകത്തെ എഴുതപ്പെട്ട ഭരണഘടനകളും എഴുതപ്പെടാത്ത ഭരണഘടനകളും നിലനിൽക്കുന്നുണ്ട്. Unwritten constitution means the document which is not written in the form of a text. എഴുതപ്പെടാത്ത ഭരണഘടനയാണെങ്കിൽ അവിടെയുള്ള നിയമങ്ങളെ ഒരു പുസ്തകമാക്കി എഴുതപ്പെട്ടിട്ടില്ല. അതാണ്. Constitutional laws and rules exist in different places in different forms like royal decrees, court orders, customs and traditional practice. അത്തരം രാജ്യങ്ങളിലെ നിയമങ്ങൾ എവിടെയൊക്കെ എങ്ങനെയാണ്? ഓരോ രാജ്യത്തിൻ്റെ ഓരോ ഭാഗത്തും വ്യത്യസ്ത രീതിയിലുള്ള നിയമങ്ങളാണ് അവിടെ നിലനിൽക്കുന്നത്. ആ നിയമങ്ങൾ എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? രാജകൽപ്പനകളുടെ രൂപത്തിലാവാം, കോടതി ഉത്തരവിൻ്റെ ഭാഗത്തിലാവാം, അവിടെ നിലനിൽക്കുന്ന ആചാരങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിയാവാം, അതുപോലെ തന്നെ ട്രഡീഷണൽ പരമ്പരാഗതമായുള്ള പ്രാക്ടീസുകളുടെ അടിസ്ഥാനത്തിലൊക്കെ അവിടെ എഴുതപ്പെടാതെ തന്നെ ഒരുപാട് നിയമങ്ങൾ നിലനിൽക്കുന്ന സിസ്റ്റമാണ് അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. Let us look at the table. Locate the countries in the world map. പട്ടിക കൊടുത്തിട്ടുണ്ട്. ആ രാജ്യങ്ങളെ ഭൂപടത്തിൽ അടയാളപ്പെടുത്താനാണ്. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, എഴുതപ്പെട്ട ഭരണഘടന നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ, USA, ഫ്രാൻസ്, ഓസ്ട്രേലിയ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക ഒക്കെ. അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ് ബ്രിട്ടൻ, ഇസ്രായേൽ, ന്യൂസിലാൻഡ് ഒക്കെ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുന്ന രാജ്യമാണ്. ദ നെക്സ്റ്റ്, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി, സ്വതന്ത്രമായ നീതിന്യായ സംവിധാനം, ജുഡീഷ്യറി. ദർ ഇസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി ഇൻ അവർ കൺട്രി. നമ്മുടെ രാജ്യത്ത് സ്വതന്ത്രമായ ഒരു നീതിന്യായ സംവിധാനം നിലനിൽക്കുന്നുണ്ട്. ടു പ്രൊട്ടക്ട് ദ സിറ്റിസൺസ് റൈറ്റ്, വ്യക്തികളുടെ രാജ്യത്തെ പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്വതന്ത്രമായ ഒരു ഭരണഘടന നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. The main duty of the judiciary is to legally protect the people and to punish the guilty. എന്താണ് നീതിന്യായ വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം? ലീഗലി പ്രൊട്ടക്ട് ദ പീപ്പിൾ, ജനങ്ങൾക്ക് നിയമപരമായ സുരക്ഷ ഉറപ്പുവരുത്തുക. ആൻഡ് ടു പണിഷ് ഗിൽറ്റി, കുറ്റവാളികളെ ശിക്ഷിക്കുക എന്നുള്ളതൊക്കെയാണ് നീതിന്യായ സംവിധാനത്തിൻ്റെ ഉത്തരവാദിത്തം. ദ ജുഡീഷ്യറി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഫ്രം ദ ഇൻഫ്ലുവൻസ് ഓഫ് ലെജിസ്ലേച്ചർ ആൻഡ് എക്സിക്യൂട്ടീവ്. ഇന്ത്യയിലെ നീതിന്യായ സംവിധാനം നിയമനിർമ്മാണ സഭയിൽ നിന്നും അതുപോലെ തന്നെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നുമൊക്കെ സ്വതന്ത്രമാണ്. ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും അതുപോലെ തന്നെ അസംബ്ലിയിൽ നിന്നുമൊക്കെ സ്വതന്ത്രമാണ് നീതിന്യായ സംവിധാനം. ദ ടു അതർ ഓർഗൻസ് ഓഫ് ഗവൺമെൻറ്, ഗവൺമെൻറ്റിൻ്റെ മറ്റു രണ്ട് ഓർഗൻസാണ് എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും. അതിൽ നിന്ന് രണ്ടും സ്വതന്ത്രമായി നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് ജുഡീഷ്യറി. Such an independent judiciary is a unique feature of the Indian Constitution. അല്ലേ? അപ്പോൾ സ്വതന്ത്രമായി നിലനിൽക്കുന്ന ഒരു നീതിന്യായ സംവിധാനം നമുക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അതുല്യമായ ഒരു സവിശേഷത. ലുക്ക് അറ്റ് ദ ഹയറാർക്കി ഓഫ് ഇന്ത്യൻ ജുഡീഷ്യറി. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഒരു ഹയറാർക്കി, ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഏതാണ്? ഏറ്റവും മുകളിൽ സുപ്രീം കോർട്ടാണ്, അതിൻ്റെ താഴെ ഹൈക്കോർട്ട്, ഡിസ്ട്രിക്ട് കോർട്ട്, സബ് കോർട്ട്, ഏറ്റവും താഴെ മുൻസിഫ് കോർട്ട്, അതുപോലെ തന്നെ മജിസ്ട്രേറ്റ് കോർട്ട്. അല്ലേ? അപ്പോൾ ഏറ്റവും താഴെ മുൻസിഫ് കോടതി അതല്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയൊക്കെ ഉണ്ട്. അല്ലേ? സിവിൽ നിയമലംഘനമാണ് എന്നുണ്ടെങ്കിൽ മുൻസിഫ് കോടതിയിൽ വരും.
ക്രിമിനൽ ആണെന്നുണ്ടെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ വരും. അവിടുന്ന് കഴിഞ്ഞാൽ നമുക്ക് അപ്പീൽ എവിടെ കൊടുക്കാം? സബ് കോടതിയിൽ അപ്പീൽ കൊടുക്കാം. സബ് കോടതിയിൽ നിന്ന് നീതി കിട്ടിയിട്ടില്ലെങ്കിൽ ജില്ലാ കോടതിയിൽ അപ്പീൽ കൊടുക്കാം. ജില്ലാ കോടതിയിൽ നിന്ന് നീതി കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കാം. ഹൈക്കോടതിയിൽ നിന്ന് നീതി കിട്ടിയിട്ടില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ നമുക്ക് അപ്പീൽ കൊടുക്കാം. ഏറ്റവും പരമോന്നതമായ സ്ഥാപനമാണിത് സുപ്രീം കോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് ഈസ് ദ ഹയസ്റ്റ് കോർട്ട് ഇൻ ഇന്ത്യ? സുപ്രീം കോർട്ടാണ് ഏറ്റവും ഉയർന്ന കോടതി, സുപ്രീം കോർട്ടാണ്. വിച്ച് ഈസ് ദ ഹയസ്റ്റ് കോർട്ട് ഇൻ ദ സ്റ്റേറ്റ്? സ്റ്റേറ്റിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഹൈക്കോർട്ടാണ്. ഓക്കെ, വിച്ച് ഈസ് ദ ലോവസ്റ്റ് കോർട്ട് ദാറ്റ് ഡീൽസ് വിത്ത് ദ സിവിൽ കേസസ്? അല്ലേ, മുൻസിഫ് കോർട്ടാണ്. വിച്ച് ഈസ് ദ ലോവസ്റ്റ് കോർട്ട് ദാറ്റ് ഡീൽസ് വിത്ത് ക്രിമിനൽ മജിസ്ട്രേറ്റ് കോർട്ടാണ്. കണ്ടക്ട് എ ഇൻ്റർവ്യൂ വിത്ത് ദ ലോയർ ടു നോ മോർ അബൌട്ട് ദ കോർട്ട്. പ്രിപ്പയർ എ ക്വസ്റ്റ്യനെയർ ടു ഇൻ്റർവ്യൂ. ഒരു വക്കീലിനെ കണ്ടിട്ട്, നമ്മുടെ വക്കീലിനെ അല്ലെങ്കിൽ ജഡ്ജിയൊക്കെ കണ്ടിട്ട് ഇന്ത്യയിലെ ജുഡീഷ്യറി സംവിധാനത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇൻ്റർവ്യൂ നടത്തണം. അപ്പോൾ അയാളോട് എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കണം എന്നത് സംബന്ധിച്ച് ഒരു ചോദ്യാവലി, ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുക. ഓക്കെ, ദ നെക്സ്റ്റ്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ അവകാശം. അല്ലേ, ആദ്യം നമുക്ക് ആ ബോക്സിനെ വായിക്കാം. Free and compulsory education for all children between 6 to 14 years of age has been made part of fundamental right. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ നിർബന്ധിത വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണം എന്നുള്ളത് നമ്മുടെ മൗലിക അവകാശത്തിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് The right to was the right to education a fundamental right when the Constitution came into force? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് മൗലിക അവകാശം വിദ്യാഭ്യാസ അവകാശം ഒരു മൗലിക അവകാശമായിരുന്നു. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ തന്നെ ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിൻ്റെ അവകാശം ഒരു മൗലിക അവകാശമായിരുന്നു? അല്ല എന്നാണ് ഉത്തരം കേട്ടോ. അത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലായിരുന്നു വിദ്യാഭ്യാസ അവകാശം ഉണ്ടായിരുന്നത്. You have already seen that it was made a fundamental right later. പിന്നീടാണ് അത് ഇന്ത്യൻ്റെ മൗലിക അവകാശത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയിട്ടുള്ളത്. ഇഫ് സോ, അങ്ങനെയാണെങ്കിൽ, so was education mentioned in the constitution? Where was education mentioned in the constitution? ഭരണഘടനയിൽ എവിടെയാണ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്നത്? Right to education became a fundamental right through the constitutional amendment made by the Parliament 2002. 2002 പാർലമെൻറ്റ് പാസ്സാക്കിയ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസം അവകാശമായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഇത് നമ്മുടെ നിർദ്ദേശക തത്വത്തിലൊരു ഭാഗമായിരുന്നു. എന്ത് നിർദ്ദേശക തത്വത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ നിർബന്ധിത വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി ഗവൺമെൻറ് ശ്രദ്ധിക്കണം എന്നുള്ള അതിനുവേണ്ടി ശ്രമിക്കണം എന്നുള്ളത് നിർദ്ദേശക തത്വത്തിലുണ്ടായിരുന്നു. എന്നാൽ 2002 ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായിട്ട് ആ ആശയം നിർദ്ദേശക തത്വത്തിൽ നിന്ന് എടുത്തിട്ട് അതിനെ നിയമമാക്കി മാറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് നോക്കുക, അഡീഷൻസ് ആൻഡ് ഡിലീഷൻസ് മേഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് നോൺ ആസ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. ഭരണഘടനയിലേക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ഉള്ളത് ഒഴിവാക്കുകയോ അതിൽ മാറ്റങ്ങൾ വരുത്തുകയോ ഒക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭേദഗതി, അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. ദ പാർലമെൻറ്റ് ഹാസ് ദ പവർ ടു മോഡിഫൈ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് പെർ ദ നീഡ് ഓഫ് ദ ടൈം. സമയാനുസൃതമായിട്ട് ഭരണഘടനയെ മോഡിഫൈ ചെയ്യാൻ, അതിൽ മാറ്റങ്ങൾ വരുത്താൻ ആർക്ക് അധികാരമുണ്ട്? കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലിക്ക്, നമ്മുടെ ഭരണഘടന പാർലമെൻറ്റിന്, നിയമനിർമ്മാണ സഭയ്ക്ക് അതിൽ അധികാരമുണ്ട്. ബട്ട് ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ നെവർ ബി ചേഞ്ച്ഡ്. എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാനപരമായ ആശയങ്ങളെ പാർലമെൻറ്റിന് മാറ്റാൻ കഴിയാത്തതാണ്. ദ റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ദ ബിഗിനിങ്. തുടക്കത്തിൽ റൈറ്റ് ടു പ്രോപ്പർട്ടി, സ്വത്തവകാശം എന്നുള്ളത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നു, മൗലിക അവകാശമായിരുന്നു. ബട്ട് ഇറ്റ് വാസ് ഡിലീറ്റഡ് ഫ്രം ദ ലിസ്റ്റ് ത്രൂ ദ 44th അമെൻമെൻറ്റ്. എന്നാൽ 44ാം ഭേദഗതിയിലൂടെ അതിനെ മൗലിക അവകാശം എന്നുള്ള പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് ചോദ്യം കൊടുത്തിട്ടുണ്ട്, എന്താണ്? ഹൗ ഫാർ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എഫക്റ്റീവ് ഇൻ ഇൻകോപ്പറേറ്റിംഗ് പീരിയോഡിക്കൽ ചേഞ്ച്. ഓരോ സമയത്തും അനുസൃതമായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് അമെൻമെൻറ്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എത്രത്തോളം എഫക്റ്റീവാണ് എന്നതിനെക്കുറിച്ച് എഴുതാം. All citizens
institutions and organizations in India have to obey the constitution. We are bound to live as per the constitution as safeguard it. ഭരണഘടന നൽകുന്ന സുരക്ഷിതത്വത്തിന്മേലാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭരണഘടനയെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഓക്കെ.